സ്വർണ്ണക്കടത്തും പൊട്ടിക്കലും ആളിക്കത്തുന്നതിനിടെ CPM-നെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കി പ്രവർത്തകൻ. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുള്ള CPM അംഗത്തെ പാർട്ടി പുറത്താക്കി. കണ്ണൂർ പെരിങ്ങോം എരമം സെൻട്രൽ ബ്രാഞ്ച് അംഗം സജീഷിനെതിരെയാണ് നടപടി. അതേസമയം അർജുൻ ആയങ്കി അടക്കമുള്ളവരും സംഘത്തിലുണ്ട് എന്ന ചില വാർത്തകൾ വന്നിരുന്നു. എന്നാൽ തനിക്ക് ഇതിൽ ബന്ധമില്ല എന്നാണ് അർജുൻ ആയങ്കിയുടെ വിശദീകരണം. അർജുൻ ആയങ്കി ടെലിഫോൺ ലൈനിലും ചേരുന്നുണ്ട്. അർജുൻ, താങ്കൾക്കും ഈ കേസിൽ ബന്ധമുണ്ട് എന്ന തരത്തിലാണ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചത്. എന്താണ് പറയാനുള്ളത്? നിലവിൽ ഈ അഭ്യൂഹങ്ങളല്ല, നിങ്ങളുടെ റിപ്പോർട്ടർ കൊടുത്ത ന്യൂസാണ്. എനക്കും ഇതിൻ്റെ അകത്ത് ബന്ധമുണ്ട് എന്ന് പറയട്ടെ. അപ്പൊ ഞാൻ ഈ പറയുന്ന ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് അറിവേ ഇല്ലാത്തൊരു കാര്യമാണ്. അത് ഞാൻ നിങ്ങളുടെ റിപ്പോർട്ടറെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സോഴ്സ് ഏതാണ്, സോഴ്സ് എവിടെ നിന്ന് കിട്ടിയ വാർത്തയാണ് എന്നൊന്നും പറയാൻ വേണ്ടി അയാൾ റെഡി ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകൾ ഈ പറയുന്ന പല വിഷയങ്ങൾ ഉണ്ടായിട്ടും നമ്മളൊന്നും പ്രതികരിക്കാതെ ഇരിക്കുന്നത് ആരും പേടിച്ചിട്ടൊന്നല്ല. വേണ്ട, നമ്മൾ വീണ്ടും ഇങ്ങനെ ന്യൂസിൽ ഇങ്ങനെ വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഒരു ബന്ധമില്ലാത്ത ഒരു കാര്യത്തില് എന്നാ പിന്നെ അർജുൻ ആയങ്കിന്റെ പേരും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ന്യൂസൊക്കെ കൊടുത്തിരിക്കുന്നത്. കൃത്യമായ വിവരങ്ങളൊക്കെ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്തകൾ വരാറ്. അർജുന്റെ പ്രതികരണവും നമ്മൾ അതിൽ കൃത്യമായി ഉൾപ്പെടുത്തുകയാണ്. പക്ഷെ ഒരു കാര്യം, എനിക്കൊരു അറിവുമില്ലാത്ത ഒരു കാര്യം ശരി, ഇക്കാര്യത്തിൽ സംബന്ധിച്ചാണ് ഞാൻ കാണുന്നത്. പക്ഷേ അർജുൻ, ഇപ്പൊ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ ഇത്തരം ഈ സ്വർണം പൊട്ടിക്കലും കൊട്ടേഷനും ഇതൊക്കെയായി കേൾക്കുന്ന കേസുകളിൽ പലയിടത്തും അർജുൻ ആയങ്കി ഉൾപ്പെട്ടിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത്തരം ആരോപണങ്ങൾ വരുന്നത് അതിന്റെ പിന്നാലെ വരികയാണ്. ഇതെല്ലാം നാട്ടിൽ ഏത് സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും അതിന്റെ എല്ലാ ഉത്തരവാദി അർജുൻ ആയങ്കിയാണോ? അപ്പൊ അല്ല, ഇതിനു മുമ്പുണ്ടായ കാര്യങ്ങളിലൊന്നും അർജുന് പങ്കില്ല എന്നുകൂടി അർജുൻ പറയുന്നുണ്ടോ? അർജുൻ ആയങ്കി അപ്പൊ മരിക്കുന്നത് വരെ അതേ ആളായിരിക്കുമോ? ഇല്ല, അങ്ങനെയല്ല. അർജുൻ ആയങ്കിക്ക് മറ്റേ അവിടുന്ന് മാറി സഞ്ചരിക്കാനുള്ള അവകാശം പോലല്ലേ നിങ്ങൾ നിഷേധിക്കുന്നത്? നമ്മളെല്ലാം മതിയാക്കി മറ്റൊരു ജീവിതത്തിലേക്ക് അല്ലെ നമ്മൾ മറ്റൊരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ വെറുതെ ഇങ്ങനെയുള്ള ന്യൂസുകളിലും നമ്മളെ ഒരു ഭാഗമൊക്കെ ആക്കിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നേ? നമ്മൾ അത് തന്നെയാണ് എന്ന് വീണ്ടും നിങ്ങൾ ഓരോ കേസിന്റെ ഭാഗമായിട്ട് നമ്മളെ പേരും കൂടിയല്ലേ പറയുന്നത്? അല്ല, നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളിലൊക്കെ കൊണ്ടാണല്ലോ ഈ വിവാദങ്ങളിലൊക്കെ ഒരാള് മരിക്കുന്നത് വരെ അതേ ആൾ തന്നെ ആയിരിക്കോ? ഇവൻ മുമ്പ് എനിക്ക് പല കേസും ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഇനി എല്ലാ കാലത്ത് മരിക്കുന്നത് വരെ എല്ലാ വിഷയത്തിലും ഞാൻ ഉണ്ടാവുമോ? ഞാൻ ഉണ്ടാവണമെന്നുണ്ടോ? അല്ല, നല്ല കാര്യമാണ്, മാറ്റം നല്ല കാര്യമാണ്. താങ്കൾ അപ്പൊ പൂർണ്ണമായും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു, പൂർണ്ണമായും അല്ലെ സ്വസ്ഥമായ ജീവിതം കാക്ഷിക്കുന്നു, അങ്ങനെയാണോ? ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും പ്രതികരിക്കാത്തത് നമുക്ക് പ്രതികരിക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ല. വേണ്ട, നമ്മൾ വീണ്ടും ലൈവായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു കണ്ടന്റായി മാറണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊന്നും മിണ്ടാതെ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു ലാഭമില്ല. ഈ പറയുന്ന മുൻപേ ഉണ്ടായിരുന്ന പല വിഷയത്തിലും നിങ്ങളുടെ ന്യൂസുകാരൻ എന്നെ വിളിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പ്രതികരിക്കാൻ ഇല്ലാത്തത് കൊണ്ടല്ല പ്രതികരിക്കാത്തത്, വേണ്ട എന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഒരു ബന്ധമില്ലാത്തൊരു കാര്യത്തിന് നമ്മളെ എങ്ങനെയെങ്കിലും ഇതിനകത്തേക്ക് വലിച്ചിറക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു വിഷയത്തിലാണ് ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് എന്റെ പേര് വലിച്ചെടുത്തിട്ടുള്ളത്. ശരി, എന്റെ കുടുംബത്തിൽ നിന്ന് പല എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം, ഞാൻ അനുഭവിക്കുന്ന ഉത്തരവാദിത്തം പറയാം. അല്ല, ഒറ്റ കാര്യം, ഈ മനു തോമസിന്റെ ചില വെളിപ്പെടുത്തലുകളും കാര്യങ്ങളും ഒക്കെ വന്നോടുകൂടിയിട്ടാണല്ലോ ഇത്തരം ആളുകളുമായിട്ട് പാർട്ടിക്കുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ വന്നത്. ഇപ്പോൾ അർജുൻ ശ്രദ്ധിച്ചോ എന്നറിയില്ല, CPIയുടെ ഭാഗത്തുനിന്ന് പോലും വിനയ് വിശ്വമൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇത്തരം പ്രവണതകൾക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പല ഇടങ്ങളിലും പല പേരുകൾ വരുന്നു. ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായി മാറിക്കൊണ്ട് ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനാകാനോ അല്ലെങ്കിൽ സ്വസ്ഥമായി അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരാളായി മാറുക എന്നതാണോ ഇപ്പോൾ അർജുൻ ആയങ്കി ആഗ്രഹിക്കുന്നത്? എന്റെ 2021 എനിക്ക് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വന്ന് ഞാൻ അതിൽ പ്രതിയായതിനു ശേഷം ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പാർട്ടിയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഫേസ്ബുക്കിൽ ആയിക്കഴിഞ്ഞാലും എവിടെ ആയിക്കഴിഞ്ഞാലും ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്റെ വ്യക്തിപരമായ കാര്യമാണ്. എനിക്ക് ഈ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവും, അതായത് മെമ്പർഷിപ്പ് ആയിക്കഴിഞ്ഞാട്ടെ അത്തരത്തിലുള്ള ഒരു ബന്ധവും ഇല്ലാതെ പറഞ്ഞു വെച്ച് പോയ ആളാണ് ഞാൻ. ഈ കേസ് ആയതിനു ശേഷം എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായവും ചെയ്യാൻ വേണ്ടി ഒരു പാർട്ടിക്കാരെ ഞാൻ സമീപിച്ചിട്ടുമില്ല. സമീപിച്ചാൽ തന്നെ ഒരു പാർട്ടി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് അറിയാം. നമ്മൾ സ്വയം മാറി നിന്ന ആൾക്കാരാണ്. പാർട്ടി എന്ന് പറയുന്ന സംവിധാനം ഒരിക്കലും ഏതെങ്കിലും ഒരു കേസിൽപ്പെട്ട ഒരാളാ എനിക്ക് അങ്ങനത്തെ ഒരു സഹായം എനിക്കിതുവരെ കിട്ടിയിട്ടൊന്നുമില്ല. അർജുൻ, ഒരു കാര്യം, ഈ അത്തരം കേസുകളിലൊക്കെ പെട്ടതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി ഒറ്റ കാര്യം അർജുൻ, ഒരു കാര്യം,
ഈ അത്തരം കേസുകളിലൊക്കെ പെട്ടതുകൊണ്ട് പൂർണ്ണമായിട്ട് അർജുൻ സ്വയമേവ പാർട്ടിയിൽ നിന്ന് മാറി നിന്നത് തന്നെയാണോ? അത്തരം കേസുകളൊക്കെ അതൊക്കെ അതിന്റെ തുടർച്ച നടക്കുന്നുണ്ടല്ലോ. ഇനി അതിൽ നിന്നൊക്കെ മുക്തനാവുക എന്നതും വലിയൊരു ബുദ്ധിമുട്ടാണ്. നിയമപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. എന്റെ പേരിൽ ഉണ്ടായിരുന്ന കേസുകളെല്ലാം ഇപ്പോൾ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുതിയ കേസൊന്നും ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചിട്ട്, നിങ്ങളെ റിപ്പോർട്ടറെ വിളിച്ചിട്ട് പറഞ്ഞത് എന്നെ വെറുതെ ഒരു ക്രിമിനലിനെ വീണ്ടും വീണ്ടും ആക്കരുത്. ഞാൻ അറിയാത്തൊരു കാര്യത്തിൽ വെറുതെ എന്റെ പേര് വലിച്ചഴച്ച് എന്നെ വീണ്ടും ക്രിമിനൽ ആക്കേണ്ട പണി നിങ്ങൾ എടുക്കരുത് എന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ റിപ്പോർട്ടറോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ നമ്പർ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ചിലപ്പോ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് എന്നെ വിളിച്ചിട്ട് അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കാനുള്ള ഒരു മാന്യത കാണിച്ചാൽ മതി. നിങ്ങൾക്ക് എപ്പോഴും ന്യൂസ് വാല്യൂ ഉള്ള ഒരു കണ്ടന്റ് ആയിട്ട് ഞാൻ നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇല്ല അർജുൻ നല്ല അങ്ങനെ നമുക്കൊരാളെ ന്യൂസ് എന്നുള്ള ഒരു കണ്ടന്റ് ആക്കി മാറ്റണമെന്നുമില്ല. അർജുൻ നേരായ വഴിയിലൂടെയാണ് ഇനി അങ്ങോട്ട് സഞ്ചരിക്കുന്നതെങ്കിൽ അതിന് എല്ലാവിധ ഭാവങ്ങളും നേരെയാണ്. നേരത്തെ ചെയ്ത തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ അർജുന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും സാധ്യമാണ്. തെറ്റുകളൊക്കെ കോടതിയിൽ ചിലപ്പോ അതെല്ലാം ഞാൻ കോടതിയിൽ തീർത്തോളാം. അപ്പൊ നിങ്ങൾ എന്നെ ഒരു സ്ഥിരം ആജീവനാന്ത കുറ്റവാളിയാക്കി മാറ്റണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ മോനായിട്ട് എന്റെ പേരും കൂടി ചേർക്കുമ്പോ അതെനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എനിക്ക് വല്ലാത്ത മാനസിക പ്രയാസമുണ്ട്. എന്തായാലും ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഈ വാർത്ത കൊടുത്ത എല്ലാവരും ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് എന്നെ ഒരു ക്രിമിനൽ വീണ്ടും ആക്കരുത്. ഞാൻ ഒന്നിനും ഇല്ലാണ്ട് ഞാൻ നിശബ്ദനായിട്ട് ഞാൻ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. വെറുതെ എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആരും പേടിച്ചിട്ടൊന്നല്ല. അങ്ങനെ നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നെ ഉപദ്രവിക്കാൻ നിൽക്കരുത്. ഒരാവശ്യമില്ലാത്തൊരു കാര്യത്തിൽ എന്റെ പേര് വലിച്ചഴച്ച് എന്നെ ഉപദ്രവിക്കരുത്. ശരി. അപ്പൊ അർജുൻ പറയുന്നത് ഇപ്പോൾ നേരായ വഴിക്ക് സഞ്ചരിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ കോടതിയിലാണ്, നടക്കട്ടെ എന്നാണ്. എന്തായാലും ശരിയായ വഴിക്ക് പോകട്ടെ, മറ്റു പ്രശ്നങ്ങളില്ലാതെ പോകട്ടെ. അങ്ങനെയാണെങ്കിൽ അർജുന്റെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത്, പ്രതികരണമാണ് തേടിയത്. അതും ഈ കേസുമൊക്കെയായി ബന്ധപ്പെട്ട് ഇനി അന്വേഷണങ്ങൾ വരികയാണെങ്കിൽ അതൊക്കെ അവർ പരിശോധിക്കട്ടെ. നമുക്കതിൽ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട ആവശ്യവുമില്ല. ശരി, വളരെ നന്ദി അർജുനായെങ്കിൽ പ്രതികരണം അറിയിച്ചതിന്.